Ravan Gold House, Old Bus Stand, Payyannur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1930. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് പയ്യന്നൂരിൽ സമാപനമായി. പയ്യന്നൂർ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമാപന സമ്മേളനം നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. വനിതാ സിവിൽ പോലീസ് ഓഫീസർ കരിവെള്ളൂർ പലിയേരിക്കോവലിലെ P. ദിവ്യശ്രീക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലും ചന്തേര പോലീസ് സ്റ്റേഷനിലും വീട്ടിലും പൊതുദർശനം നടന്നു. സ്പീക്കർ AN ഷംസീർ ദിവ്യശ്രീയുടെ വീട് സന്ദർശിച്ചു. വയനാടും പാലക്കാടും UDF ഉജ്ജ്വല വിജയം നേടിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് UDF തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. തങ്കയമുക്കിൽ നിന്നും ആരംഭിച്ച ജാഥ തൃക്കരിപ്പൂർ ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ജില്ലാ കലോത്സവം ഹൈസ്കൂൾ വിഭാഗം ചവിട്ടുനാടകത്തിലെ വിധി നിർണയത്തെ ചൊല്ലി തർക്കം. മൊകേരി രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ സ്റ്റേജിന് മുന്നിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു. തർക്കം ചെറിയ തോതിൽ ഉന്തിലും തള്ളിലും കലാശിച്ചു. വാർത്തകൾ വിശദമായി. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് പയ്യന്നൂരിൽ സമാപനമായി. പയ്യന്നൂറെ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമാപനം നിയമസഭാ സ്പീക്കർ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിൽ നടന്നുവന്ന കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് സമാപനമായി. കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമാപന സമ്മേളനം നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ഫെസ്റ്റിവലിനകത്ത് സമ്മാനം കിട്ടാത്തവർ നിരാശരാവേണ്ട കാര്യമില്ല. കാരണം വളരെ ടൈറ്റായ ഒരു കോമ്പറ്റീഷനാണ്. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ പിന്തള്ളപ്പെട്ടു പോയെങ്കിൽ നിങ്ങളുടെ പ്രാപ്തിയില്ലായ്മയല്ല, മറിച്ച് വളരെ കോമ്പറ്റീറ്റീവായ ഒരു മത്സരമായതുകൊണ്ട് ഒരുപക്ഷെ ജൂറിമാറും അക്ഷരാർത്ഥത്തിലുള്ള ഡയഗ്രമയിലായിരിക്കും മാർക്ക് കൊടുക്കണം സമ്മാനം, ആരെ ഒന്നാം സ്ഥാനത്തേക്ക് ഇടണം. ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു ടഫ് കോമ്പറ്റീഷൻ ആകുമ്പം അതിന് ജൂറികൾക്കിടയിലും വലിയ രീതിയിലുള്ള മാനസിക സംഘർഷം ഉണ്ടായേക്കാം. എന്നിരുന്നാലും ഒരു ചെറിയ വ്യത്യാസത്തിനായിരിക്കാം ഒന്നാം സ്ഥാനത്ത് എത്തപ്പെടാതെ പോയവർ 4ാം സ്ഥാനത്തേക്കും 2ാം സ്ഥാനത്തേക്കും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുണ്ടാവുക. ഏതാണ്ട് കുറെ ആളുകൾ ഞാൻ നോക്കിയപ്പോൾ A+ഓട് ജയിച്ചു എന്നാണ് പത്രം വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ കാണേണ്ടത് എത്രമാത്രം പ്രാധാന്യമാണ് കേരളത്തിലെ വിഷ്വൽ പ്രിന്റ് മീഡിയ നിങ്ങൾക്ക് നൽകുന്നത്. MLA TI മധുസൂദനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, DDE ബാബു മഹേശ്വരി പ്രസാദ്, അസിസ്റ്റന്റ് കളക്ടർ സായി കൃഷ്ണ IAS തുടങ്ങിയവർ സംസാരിച്ചു. കലോത്സവത്തിനെത്തുന്നവർക്കായി 5 ദിവസങ്ങളിലും സദ്യ ഒരുക്കുന്നതിന് നേതൃത്വം നൽകിയ KU ദാമോദര പൊതുവാളിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വനിതാ സിവിൽ പോലീസ് ഓഫീസർ കരിവെള്ളൂർ പലിയേരിക്കോവലിലെ P. ദിവ്യശ്രീയുടെ മൃതദേഹം പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ പൊതുദർശനത്തിന് വച്ചു. TI മധുസൂദനൻ MLA, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയ വനിതാ സിവിൽ പോലീസ് ഓഫീസർ കരിവെള്ളൂർ പലിയേരിക്കോവലിലെ P. ദിവ്യശ്രീയുടെ മൃതദേഹം പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ പൊതുദർശനത്തിന് വെച്ചു.
ടി.ഐ. മധുസൂദനൻ എം.എൽ.എ, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CR ബിജു, രമേശൻ വെള്ളോറ, മഹേഷ് കുമാർ, ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി രമേശൻ, രാകേഷ്, സത്യൻ, വിനോദ് MP തുടങ്ങിയവരും ഡിവൈഎസ്പി കെ വിനോദ്കുമാർ തുടങ്ങി നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. രാവിലെ 7:30 പൊതുദർശനം നടന്നത്. തുടർന്ന് ചന്തേര പോലീസ് സ്റ്റേഷനിലും ദിവ്യശ്രീയുടെ വീട്ടിലും പൊതുദർശനം നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂരിൽ ഭർത്താവ് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ പോലീസ് ഓഫീസർ പി ദിവ്യശ്രീക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ഭൗതിക ശരീരം ഒരു നോക്കു കാണാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണെത്തിയത്. കരിവെള്ളൂർ പലിയേരിക്കോവലിൽ ഭർത്താവ് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ സിവിൽ പോലീസ് ഓഫീസർക്ക് ജന്മനാട് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകി. രാവിലെ 10 മണിയോടെ ഭൗതിക ശരീരം പലിയേരിക്കോവൽ വായനശാലയിൽ പൊതുദർശനത്തിന് വെച്ചു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് ഭൗതികദേഹം ഒരു നോക്കു കാണുവാൻ എത്തിച്ചേർന്നത്. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ, പഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു, വൈസ് പ്രസിഡന്റ് T ഗോപാലൻ, പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, അഡ്വക്കേറ്റ് P സന്തോഷ്, VV പ്രദീപൻ, P രമേശൻ, K മധു, KP ജ്യോതി, KV ബാബു, P ശശിധരൻ, ദിവ്യശ്രീ പരിശീലനം നേടിയ കാങ്കോൾ ഫാസ്റ്റ് അക്കാദമി അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. പിന്നീട് വീട്ടിലും പൊതുദർശനം നടന്നു. MV ജയരാജൻ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. ഉച്ചയോടെ കൂക്കാനം ജനകീയ ശ്മശാനത്തിൽ സംസ്കാരം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പൊതുദർശനത്തിന് വീട്ടിലെത്തിച്ച ദിവ്യശ്രീയുടെ ഭൗതികദേഹം കണ്ട് ദുഃഖമടക്കാനാകാതെ മകനും ബന്ധുക്കളും. കരച്ചിലടക്കാൻ പാടുപെടുന്ന ഇവരെ കണ്ട് ഇവിടെയെത്തിയവരും ഏറെ നൊമ്പരത്തിലായി. രാവിലെ 10 മണിയോടെയാണ് ദിവ്യശ്രീയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചത്. നിരവധി ആളുകൾ മണിക്കൂറുകളോളം ഇവിടെ കാത്തുനിന്നിരുന്നു. വീട്ടിലെത്തിച്ച ഭൗതിക ശരീരത്തിൽ മകൻ ആശിഷ് അന്ത്യചുംബനം നൽകി. ഇത് കണ്ടുനിന്നവരുടെ കണ്ണുകളും ഈറനാക്കി. ബന്ധുക്കളുടെ വിലാപങ്ങളും നൊമ്പരക്കാഴ്ചയാവുകയായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കൊല്ലപ്പെട്ട CPO ദിവ്യശ്രീയുടെ വീട് സ്പീക്കർ AN ഷംസീർ സന്ദർശിച്ചു. CPM നേതാക്കളും സ്പീക്കർക്കൊപ്പമുണ്ടായിരുന്നു. കൊല്ലപ്പെട്ട സിവിൽ പോലീസ് ഓഫീസർ ദിവ്യശ്രീയുടെ വീട് സ്പീക്കർ AN ഷംസീർ സന്ദർശിച്ചു. മകനെയും ബന്ധുമിത്രാദികളെയും സ്പീക്കർ ആശ്വസിപ്പിച്ചു. വൈകുന്നേരം 4 മണിയോടെയാണ് സ്പീക്കർ സന്ദർശനം നടത്തിയത്. അഡ്വക്കേറ്റ് P സന്തോഷ്, K നാരായണൻ, P രമേശൻ തുടങ്ങിയവരും സ്പീക്കർക്കൊപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. രണ്ട് ദിവസം മുമ്പ് വരെ ഒരുമിച്ച് ജോലി ചെയ്ത സഹപ്രവർത്തകയുടെ ചേതനയേറ്റ ശരീരം പോലീസ് സ്റ്റേഷൻ വളപ്പിലെത്തിച്ചപ്പോൾ പലർക്കും സങ്കടമടക്കാനായില്ല. M രാജഗോപാലൻ MLAയും വിവിധ DYSPമാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ 100 കണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ചന്തേര പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നു. ഭർത്താവിന്റെ ക്രൂരമായ അക്രമത്തിൽ കൊല്ലപ്പെട്ട സിവിൽ പോലീസ് ഓഫീസർ കരിവെള്ളൂർ പലിയേരിക്കോവിലിലെ ദിവ്യശ്രീക്ക് ചന്തേര പോലീസ് സ്റ്റേഷനിൽ സഹപ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും കണ്ണീരോടെ വിട ചൊല്ലി. രാവിലെ 8:30 ചന്തേര സ്റ്റേഷനിൽ എത്തിച്ച ഭൗതിക ശരീരം കാണാൻ 100 കണക്കിന് പേർ കാത്തുനിന്നിരുന്നു. തുടർന്ന് പോലീസ് ആചാരപ്രകാരമുള്ള യാത്രാമൊഴി നൽകി. M രാജഗോപാലൻ MLA, കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങേത്ത്, ബേക്കൽ DYSP VV മനോജ്, ചന്തേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത്,
ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ പി അജിത് കുമാർ, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CR ബിജു, പോലീസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി EV പ്രദീപൻ, കാസർഗോഡ് വിജിലൻസ് ഇൻസ്പെക്ടർ P നാരായണൻ, ചന്ദേര SI KP സതീഷ് തുടങ്ങി പോലീസ് ഉദ്യോഗസ്ഥരും പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി, വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളായ കരീം ചന്ദേര, KV ജനാർദ്ദനൻ, C ബാലൻ, മാമുനി രവി, EP പ്രകാശൻ, M മോഹനൻ, P സനൽ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറയിലുള്ള നൂറുകണക്കിന് ആളുകൾ ദിവ്യശ്രീയുടെ ഭൗതികദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. തുടർന്ന് സ്വദേശമായ കരിവള്ളൂർ പലിയേരിയിലേക്ക് കൊണ്ടുപോയി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വയനാടും പാലക്കാടും UDF ഉജ്ജ്വല വിജയം നേടിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് UDF തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. തങ്കയമുക്കിൽ നിന്നും ആരംഭിച്ച ജാഥ തൃക്കരിപ്പൂർ ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. UDFന്റെ വിജയത്തിൽ ആഹ്ലാദം പങ്കിട്ട് UDF തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. തങ്കയമുക്കിൽ നിന്നും ആരംഭിച്ച ജാഥ തൃക്കരിപ്പൂർ ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി സത്താർ വടക്കുംപാട്, UDF നിയോജക മണ്ഡലം ചെയർമാൻ P കുഞ്ഞിക്കണ്ണൻ, തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി BV അബ്ദുള്ള ഹാജി, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M രജീഷ് ബാബു, ബ്ലോക്ക് പ്രസിഡന്റ് KV വിജയൻ, VK ബാബ, TP അഹമ്മദ് ഹാജി, ശ്രീധരൻ മാസ്റ്റർ, C രവി, KP ദിനേശൻ തുടങ്ങി UDFന്റെ നിരവധി നേതാക്കൾ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ജില്ലാ കലോത്സവം ഹൈസ്കൂൾ വിഭാഗം ചവിട്ടുനാടകത്തിലെ വിധി നിർണയത്തെ ചൊല്ലി തർക്കം. മൊകേരി രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്റ്റേജിന് മുന്നിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു. തർക്കം ചെറിയ തോതിൽ ഉന്തിലും തള്ളിലും കലാശിച്ചു. ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിലെ വേദി 2-ൽ നടന്ന ഹൈസ്കൂൾ വിഭാഗം ചവിട്ടുനാടക മത്സരത്തിന്റെ ഫലപ്രഖ്യാപനത്തെ തുടർന്നാണ് മൊകേരി രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിലെ മത്സരാർത്ഥികൾ സ്റ്റേജിനു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ഇവരെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അടക്കമുള്ള സംഘാടകരും പോലീസും എത്തിയാണ് വേദിക്ക് മുന്നിൽ നിന്നും മാറ്റിയത്. തർക്കത്തിൽ ചില അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെട്ടതോടെ സംഭവം ഉന്തിലും തള്ളിലും എത്തുന്ന അവസ്ഥയിലായി. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരും MLA TI മധുസൂദനനും എത്തി ചർച്ച നടത്തിയതോടെയാണ് സ്ഥിതി ശാന്തമായത്. ഇവിടെ കളിച്ചത് നല്ല വൃത്തിക്ക് കളിച്ചതാ. 10 ആള് കളിച്ചിട്ടുണ്ട്, ഒരുപോലെ കളിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇത് കളിക്കാത്ത തെറ്റിച്ച ഒരു ടീമിനാ കൊടുത്തത്. തെറ്റിച്ചതിന്റെ വീഡിയോ ഉണ്ട് കയ്യിൽ. ഇത് തോന്നുന്ന പോലെ ഇത് കൊടുക്കാൻ ഇതെന്താ കലോത്സവം എന്ന് പറയുന്ന വെറുതെ കൊടുക്കും. ഞാൻ തോന്നാക്ക കളിക്കുക വൃത്തിയിലാണ്ട് കളിച്ച് ഞാൻ ഓർക്ക് കൊടുത്തിട്ട് പോവാ. പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ ഇവിടെ
ഇവിടെ വന്നേ. ഇനി ഒരു എക്സാം വന്നാൽ നമ്മൾ ഒന്നും എഴുതൂല, കാരണം പഠിക്കാണ്ട് ക്ലാസ് വരെ കട്ട് ചെയ്തിട്ട് ഇതിന് വന്ന് നിൽക്കുന്നത്. അതൊന്നല്ല വിഷയം. നമുക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, കളിച്ചാക്ക് കൊടുക്കണം. ഇത് 10 ആൾ കളിച്ചിട്ട് ക്ലാസിന്റെ ഒന്നല്ല വിഷയം. ഇവിടെ കളിച്ചിട്ടുണ്ട്, അത് നല്ല വൃത്തിക്ക് തന്നെ എല്ലാവരും കളിച്ച്. അത് 10 ആൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് ഇത്രയും നേരം സംസാരിച്ചത്. അത് മനസ്സിലാക്കാണ്ട് ജഡ്ജസിന്റേതായ രീതിയിൽ പൈസ ഇട്ട് ചെയ്തതാണെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ചെയ്തതിലെ തെറ്റ് അവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു തെറ്റോർ കണ്ടുപിടിച്ച് നമ്മൾ അംഗീകരിക്കാം. ഇത് 10 ആൾ ഒരുപോലെ എത്ര ഈ 10 ആൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് മാത്രം വീഡിയോന്റെ പ്രൂഫ് ഉണ്ട്. ഓരോ കളിച്ച കുറെ തെറ്റി, നമ്മൾ ഒരാൾ പോലും തെറ്റിക്കാണ്ട് കംപ്ലീറ്റ് കളിച്ചിന്. സംഭവത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കലോത്സവ വേദിയിൽ ആവേശമായി ചവിട്ടുനാടകം. കൊടുങ്ങല്ലൂരിന് വടക്ക് ചാവക്കാട് മുതൽ തെക്ക് കൊല്ലം വരെയുള്ള തീരപ്രദേശങ്ങളിലെ ലത്തീൻ കത്തോലിക്കക്കാരുടെ ഇടയിലാണ് ചവിട്ടുനാടകം പ്രചാരത്തിൽ ഉണ്ടായിരുന്നത്. യുവജനോത്സവ വേദിയിൽ ഇനമായതിനു ശേഷം കേരളത്തിൽ എല്ലായിടത്തും ചവിട്ടുനാടകത്തിന് പ്രചാരം ലഭിച്ചു. നമ്മുടെ കണ്ണൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന്റെ അവസാന നാളിലാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇവിടെ ഇന്നത്തെ കലാരൂപം, മെയിൻ കലാരൂപം എന്ന് പറയുന്നത് ചവിട്ടുനാടകമാണ്. അതെ, നമ്മുടെ ഈ കേരളത്തിലെ ലത്തീൻ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു കലയാണ് ചവിട്ടുനാടകം എന്ന് പറയുന്നത്. ബൈബിളിനെ ആസ്പദമാക്കിയാണ് ഈ ചവിട്ടുനാടകം. ഒരു ടീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവരുടെ വിശേഷങ്ങൾ പക്ഷേ നമസ്കാരമുണ്ട്. സാറിന്റെ പേരെന്താ? എന്റെ പേര് റോയ് ജോർജ് കുട്ടി. റോയ് ജോർജ് അല്ലേ? അപ്പൊ ടീമെല്ലാം റെഡിയായി അടുത്ത അവസരം സ്കൂള് സെന്റ് തെരേസസ് ഭരണശ്ശേരി. അപ്പൊ നമുക്ക് ഒരാളായിട്ട് ആദ്യം ഒന്ന് പരിചയപ്പെടാം അല്ലേ? മാളവിക, ശിവാനി, അമയ, മിസ്ബ, അവന്തിക, ഇവാന, ആദ്യ, സഞ്ജന, അലീന, സർഗ. പിന്നെ ചാന്ദിനി, ഇവരൊക്കെ ആൺകുട്ടികളല്ല കേട്ടോ. നല്ല സുന്ദരികളായ സുന്ദരന്മാരാണ്. വളരെ മനോഹരാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവരാരാണ് ഈ സുന്ദരനാക്കി എടുത്തതാരാ? ആരാ നിങ്ങളെ സുന്ദരന്മാരാക്കിയത്? മാഷാണല്ലേ? റോയ് മാഷാണോ നിങ്ങളെ ചവിട്ടുനാടകം പഠിപ്പിച്ചത്? അപ്പൊ മാഷെ, നമുക്ക് എന്താണ് ഈ നാടകത്തെ കുറിച്ച് കൂടുതലൊന്ന് അന്വേഷിച്ചത്? ഇത് ചവിട്ടുനാടകം ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത് ചെന്തമിഴ് ഭാഷയിലായിരുന്നു. കാർസ്മാൻ, അതുപോലെ തന്നെ ഗീവറീസ്, സത്യപാലകൻ, വിശുദ്ധ വീരകുമാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നാടകങ്ങളൊക്കെ ഉണ്ട്. അഞ്ജലിക്ക, അവതർമാൻ, കുറെ നാടകം ചെന്തമിഴ് ഭാഷയിൽ ഒരുപാട് നാടകങ്ങളുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ അവതരിപ്പിക്കുന്ന ജോവാൻ ഓഫ് ആർക്ക് എന്ന കഥയാണ്. അത് മലയാള നാടകമാണ്. അപ്പൊ അതാണ് ഇന്നിവിടെ അരങ്ങേറാൻ പോണത്. ഇതിലെ നമ്മുടെ ഇതിന്റെ അകത്ത് ഈ നിങ്ങളിന്ന് അവതരിപ്പിക്കുന്നതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഏതാണ്? ആ കഥാപാത്രങ്ങളുടെ പേര്? കഥാപാത്രങ്ങള് ഒന്ന് ജോവാൻ ഓഫ് ആർക്ക്, പിന്നെ നമുക്ക് ഇവരോട് മന്ത്രി, ഇംഗ്ലണ്ടിന്റെ രാജാവായിട്ട്, ഫ്രാൻസിന്റെ രാജാവ് ജോൻ, ഒട്ടേറെ ഭടന്മാരും 2 രാജ്യത്തിന്റെ രാജാവും മന്ത്രിയും ഒക്കെ തന്നെയാണ്. ഒരു റാണിയുണ്ട് കേട്ടോ. റാണിയോട് നമുക്ക് ചോദിക്കാം വിശേഷങ്ങൾ, അവരുടെ സ്കൂളിലെ വിശേഷങ്ങളൊന്നും അറിയാം. ഇവരൊക്കെ വ്യത്യസ്തമായിട്ട്, അതിലാകെ വ്യത്യസ്തമായിട്ടുള്ളത് ഇയാളാണ്, റാണിയായിട്ട്. എന്ത് തോന്നുന്നു മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് കാണുമ്പോൾ? റാണിയുടെ ലുക്ക് വന്നോ? റാണിയല്ല, ഒരു സാധാരണ പെൺകുട്ടിയായിട്ട് വരുന്ന ലാസ്റ്റ് സൈന്യത്തിന്റെ സേനാനിയായിട്ട് ആക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതിൽ യുദ്ധമൊക്കെ ഉണ്ടോ? യുദ്ധമാണോ ഇതിന്റെ മെയിൻ പറയുന്നത് അല്ലേ? പിന്നെ നിങ്ങൾ എല്ലാ വർഷവും ഈ സ്കൂളിൽ നിന്ന് ചവിട്ടുനാടകം പോകുന്നതാണോ? മത്സരിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ? സാർ, ഈ കുട്ടികളല്ലാതെ ഇവിടെ ചവിട്ടുനാടകത്തിന് മറ്റേതെങ്കിലും ടീമുണ്ടോ സാറിൻ്റെതായിട്ട്? ജില്ലകൾ വേറെ ഉണ്ട്, എല്ലാ ജില്ലകളിലും ഉണ്ട്. എല്ലാ ജില്ലകളിലും. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഹയർ സെക്കൻഡറി ഉണ്ട്. ഹയർ സെക്കൻഡറി വിഭാഗമല്ലേ? ഹൈസ്കൂൾ വിഭാഗത്തിലില്ല. അപ്പൊ ഒരു പോരാട്ടം ഇവിടെ പ്രതീക്ഷിക്കണ്ട അല്ലേ? അല്ല, ടീമുകളുണ്ട് വേറെ. ഞങ്ങളുടെ സമിതി അംഗങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, കുറച്ച് പേരൊക്കെ ഉണ്ട്. അതിനകത്ത് കുറച്ച് ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ട്. ഇപ്പൊ ഈ
ഈ ചവിട്ട് നാടകം എന്ന ഒരു കലാരൂപം അത്രയേറെ പ്രസിദ്ധമായ നമ്മുടെ എല്ലാവർക്കും അറിയുന്ന ഒരു കലാരൂപമായി കലാരൂപമാണ്. കലോത്സവത്തിലേക്ക് പിന്നെയാണ് എല്ലാ ജില്ലകളിലും വന്ന് എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കലാരൂപമായിട്ട് ചവിട്ട് നാടകം മാറിയിട്ടുള്ളത്. അല്ലെങ്കിൽ അത് ഒതുങ്ങിപ്പോയ ഒരു കലാരൂപമായിരുന്നില്ലേ ചിലരുടെ ഇടയിൽ ഇന്നിപ്പോ ഭംഗി കൂടി, പഴയ കാലത്തേലും ഭംഗി ഇപ്പോ ചവിട്ടുനാടത്തിന് കൂടി. കാരണം ചുവടുകൾക്ക് ചുവടുകൾക്കാണ് ഇതിന്റെ പ്രാധാന്യം കൊടുക്കണം. 14 ചുവടുകളും തകിടതിന്ത, അടന്ത, കലാശം, കവിത്തം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് ആദ്യകാലങ്ങളിൽ 15 രാത്രി ഒക്കെ കൊണ്ടായിരുന്ന ഒരു നാടകം അവസാനിച്ചിരുന്നത് ഇന്നിപ്പോ ഞങ്ങൾ വേദികളിലൊക്കെ കളിക്കുന്നത് 2 മണിക്കൂർ കൊണ്ടാണ്. ഇപ്പോ ഇവിടെ കളിക്കുന്നത് 20 മിനിറ്റാണ്. ചുരുക്കി ഇപ്പൊ നമ്മള് ജോവാൻ ഓഫ് ആർക്ക് എന്ന കഥ 2 മണിക്കൂറാണ്. അപ്പൊ അതിനകത്ത് ഒരു പാർട്സ് ആയിട്ട് 2 പാർട്സ് ഉണ്ട് അതിനകത്ത്. അപ്പൊ അന്ന് ഒരു പാർട്സാണ് ഹയർ സെക്കൻഡറി സ്കൂൾ കളിക്കുന്നത്, ഒരെണ്ണമാണ് ഇപ്പൊ ഇത് കളിക്കുന്നത്. അപ്പൊ സാർ ഇവർക്ക് പറയാം നമ്മുടെ സാറുണ്ട്, നമ്മളിങ്ങനെ പഠിപ്പിച്ചെടുത്തു, ഇങ്ങനെ സെറ്റാക്കി എടുത്തു. സാറിന്റെ ആ ഒരു സമയത്ത് ആദ്യത്തെ ചവിട്ട് നാടകം പഠിപ്പിച്ചത് ആരാണെന്നുള്ള ഒരു അതുണ്ട്. എന്റെ അപ്പച്ചനാ ജോർജ് ആശാൻ എന്നുണ്ട്. ജോർജ് ആശാനാണ് എന്റെ കുറെ നാളത്തെ ഇപ്പൊ 5ാം ക്ലാസ് പുസ്തകത്തിൽ ആർട്ട് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു ബുക്ക് ഈ വർഷം ഉണ്ട് 5ാം ക്ലാസ്. അതിനകത്ത് അപ്പച്ചനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ചവിട്ടാണത്തിന് വേണ്ടിയിട്ട് അടക്കം ചിട്ടയും കൊടുത്തൊരു കലാകാരൻ അങ്ങനെ എഴുതിയിട്ടുണ്ട്. തലമുറകളായിട്ട് കിട്ടിയതാണ് അല്ലേ ജയമാഷിന്. എന്തായാലും മാഷിനെയും കുട്ടികളെയും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് കാണാൻ പോകുന്ന പൂരം നമുക്ക് അധികം പറഞ്ഞറിയിക്കണ്ട അല്ലേ. ഏതായാലും നമുക്ക് അതായത് ഇവരുടെ പെർഫോമൻസ് അടുത്ത വേദിയിൽ അരങ്ങേറാൻ വേണ്ടി പോവുകയാണ്. അതിലെ കുറച്ച് ഭാഗങ്ങളും നമ്മുടെ നെറ്റ്വർക്കിന്റെ പ്രേക്ഷകർക്ക് കൂടി കാണിക്കേണ്ടതുണ്ട്. അപ്പോ കലോത്സവ നഗരിയിൽ നിന്നും അഗ്നിവേശിനൊപ്പം ചാന്ദിനി, നികേഷ് താവം. വഞ്ചിപ്പാട്ടിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. കുട്ടനാടൻ ശൈലിയിലും ആറന്മുള ശൈലിയിലും പാടി തകർക്കുകയാണ് കലാകാരികൾ. ഹൈസ്കൂൾ വിഭാഗം വഞ്ചിപ്പാട്ട് മത്സരം നടക്കുന്നിടത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്കൊരു ടീമിനെ കിട്ടിയിട്ടുണ്ട്. ഈ വഞ്ചിപ്പാട്ട് 2 തരത്തിലാണ് പാടുന്നത്, ആറന്മുള ശൈലിയിലും അതുപോലെ കുട്ടനാടൻ ശൈലിയിലും. കുട്ടനാടൻ ശൈലിയിൽ പാടുന്നവരുടെ വേഷവിധാനവും പാട്ടും ഒക്കെ വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരു ടീമിനെയാണ് എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഹലോ, നമസ്കാരം. പേര് പറഞ്ഞോ? റിയ, ശിവത, റാണിയ, ശ്രേയ, ചാരുലക്ഷ്മി, സാൻഡ്രിയ, ആദിത്യ, പുണ്യ, റിയ, മിൻഹ ബത്തൂൽ. ആരാണ് ഇതിൽ മെയിനായിട്ട് പാടുന്ന ആളാരാണ്? വളരെ നല്ലതായിരുന്നു. വിജയൻ മാഷ്. ആലപ്പുഴ. മാഷുണ്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ. രണ്ട് തരത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതാണോ ഈ കുട്ടനാടൻ ശൈലി? അതെ, കുട്ടനാടൻ ശൈലി. വേഷവിധാനമൊക്കെ അടിപൊളിയാണല്ലേ? ഓക്കെ. എത്രത്തോളം പ്രതീക്ഷയുണ്ട്? പ്രതീക്ഷയുണ്ട് 100%. 100% പ്രതീക്ഷയുണ്ട്. അപ്പൊ ആ ഒരു സന്തോഷമൊക്കെ ഇവിടെ കാണണം ഇല്ലേ? 100% അല്ലേ? അപ്പൊ നമുക്ക് പാടിത്തരാൻ പറ്റുമോ 2 വരി? പഠിക്കും. തഗദൈ തഗദൈ തഗദഗതോ ഗർഗധി പിള്ളയായിട്ടു പിറന്നു, പിള്ളയായിട്ടു പിറന്നു വീണപ്പോഴേ തുടങ്ങിയ, പിള്ളയായിട്ടു പിറന്നു വീണപ്പോഴേ തുടങ്ങിയ തഗദൈ തഗദൈ തഗദഗതോ ഗർഗധി കള്ള വിദ്യാശബരന്റെ. അടിപൊളിയായിട്ട് പാടുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൂടുതൽ പാടിപ്പിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. എല്ലാവരുടെ മുഖത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ. ടെൻഷൻ ഉണ്ടോ? ചെറുങ്ങനെ. ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഉപജില്ലയിലൊക്കെ മിന്നം വിജയം നേടിയല്ലേ നിങ്ങളിവിടെ എത്തിയത്. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ 100% തന്നെയല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ആറന്മുള ശൈലിയിൽ പാടുന്ന ടീമിനെയും കൂടി പരിചയപ്പെടാനുണ്ട്. അപ്പോൾ അവിടെ കാണാം.
ഇതുപോലെ ആറന്മുള ശൈലിയിൽ പാടുന്ന കുട്ടികളാണ്. ഏത് സ്കൂളിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്? പറശ്ശിനിക്കടവ്. ഓക്കേ, പേര് പറഞ്ഞു. സഫ, അനന്യ, അനിക, കൃഷ്ണേന്ദു, അബിന, ശ്രീനന്ദ, വൈഗ, നൈനിക, അമേയ, ആരാധന. ഇവിടെ കൃഷ്ണ വിഗ്രഹം വെച്ചിട്ടാണ് അല്ലേ? ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു പാട്ടിന്റെ ശൈലി. എങ്ങനെയുണ്ട്? ഒരു എത്രത്തോളം പ്രതീക്ഷയുണ്ട്? ഇപ്പൊ നിങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് ടെൻഷനൊക്കെ ഉണ്ടാവും, എന്നാൽ പോലും എത്രത്തോളം പ്രതീക്ഷയുണ്ട്? കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ മനസ്സറിഞ്ഞങ്ങ് പാടിക്കോളാം, കിട്ടും. അടിപൊളി. രണ്ട് ശൈലിയിലുള്ള പാട്ട് കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് രണ്ട് പാട്ടിൽ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്, വേഷവിധാനങ്ങളിൽ വ്യത്യാസമുണ്ട്. എങ്കിൽ പോലും ഒട്ടും ആവേശം ചോരാതെ തന്നെയാണ് ഇവർ പാടുന്നത്. അപ്പോൾ ഇവരുടെ പെർഫോമൻസിന് നമുക്ക് വേദിയിൽ കാണാം. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ നികേഷ് താവത്തിനൊപ്പം KN വർഷ. വേദികളെ കല്യാണപ്പുരകളാക്കി മാറ്റി വട്ടപ്പാട്ട് കലാകാരന്മാർ. ഒരു കാലത്ത് കല്യാണപ്പുരകളിൽ നിറഞ്ഞാടിയിരുന്ന വട്ടപ്പാട്ട് ഇന്ന് കലോത്സവ വേദികളിൽ മാത്രമായി ഒതുങ്ങിയിട്ടുണ്ട്. ഒരു വട്ടപ്പാട്ട് ടീമിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടണം. വട്ടപ്പാട്ട് എന്താണെന്ന് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുകയും വേണം. നമസ്കാരം. ഇവരെ ഇങ്ങനെ പഠിപ്പിച്ചെടുത്ത അധ്യാപകനും എനിക്കൊപ്പം ഉണ്ട്. പേര് പറഞ്ഞു. എൻ്റെ പേര് തസ്ലീം. നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യമായിരുന്നു. അതെ, പിന്നെ കുറച്ച് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ മക്കൾ നല്ല മക്കളാണ്, പിന്നെ അങ്ങനെ അങ്ങ് ചെയ്തു. 2-3 മാസത്തെ നമ്മളെ പ്രാക്ടീസും കാര്യങ്ങളുമാണ് ഇപ്പം നിങ്ങൾ ഈ സ്റ്റേജിൽ കാണുന്നത്. അപ്പോൾ വളരെ ഭംഗിയായിട്ടുണ്ട്. നമ്മൾ പുതുമാരനെയൊക്കെ കാണാൻ ഭയങ്കര സുന്ദരനായിട്ടുണ്ട്. അപ്പോൾ ഒപ്പനയ്ക്ക് സമാനമായിട്ടാണല്ലേ കല്യാണ വീടുകളിൽ കൈയടിച്ച ഒരു സന്തോഷത്തിന് പാടുന്നതാണിത്. അതെ, പണ്ട് കാലത്ത് കല്യാണ വീടുകളിൽ ഈ മണവാളനെ കൊണ്ടുപോകുന്നതും ഈ വട്ടപ്പാട്ട് എന്ന് പറഞ്ഞ കലാരൂപം കല്യാണ രാത്രി കാലങ്ങളിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ 2 വീട്ടുകാരുണ്ട്, പെൺവീട്ടുകാരും വട്ടപ്പാട്ട് പാടും, ആൺവീട്ടുകാരും പാടും. അപ്പോൾ ഇവർ രണ്ടാളും കൂടിയിട്ട് മത്സരിച്ച് പാടുന്നവരിനാണ്. അതെ, എന്നിട്ട് ആരും ഒരു ടീം തോറ്റാൽ മാത്രമേ നിർത്തുള്ളൂ. അങ്ങനെ ഉണ്ടായ ഒരു കലാരൂപം പണ്ട് കാലത്ത്. ഞങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല, ഞങ്ങൾ കേട്ടറിയുമ്പോൾ പഠിച്ചതുമാണ്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ ഇവർ കളിച്ചിട്ടുണ്ട്. ഇവരുടെ ഫലമൊന്നും വന്നിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കട്ടൻ താഴാൻ ഒന്ന് സമയം വൈകിയപ്പോൾ എല്ലാവരും ഭയങ്കര പ്ലസൻ്റായിട്ട് അത് നിന്ന് മാനേജ് ചെയ്തു ഇല്ലേ? ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? പഠിപ്പിച്ചതാണ് മാഷ, നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും പറഞ്ഞ പോലെ ചെയ്തുകൊണ്ട് ആയി. അതെ, കളിക്കുന്നതൊക്കെ ഈ പറഞ്ഞതുപോലെ ചെയ്യാം. പക്ഷേ ഈ പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയും, ഇങ്ങനെ പെട്ടെന്നൊരു പ്രശ്നം നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന്, അതും എങ്ങനെയാണ് സാഹിത്യം നോക്കുന്നത്? നമ്മൾ കറക്റ്റ് താകുന്നവരെ അങ്ങനെ തന്നെ ചിരിച്ചിരിക്കുക. മാഷ നമുക്ക് പഠിപ്പിച്ചു തന്നിനി, പറഞ്ഞു തന്നിനി, പിന്നെ നമ്മളെ ക്യാപ്റ്റനും പറഞ്ഞു തന്നിനി. അപ്പോൾ ഇവരെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇവരത് കളിച്ചിട്ടുണ്ട്. അതിനേക്കാളും സുന്ദരമായത് പാടിയിട്ടുണ്ട്. മാണിക്കക്കാതിരുളി സഭ തന്നിലാണെന്നെ മാരൻ മതിലെങ്കി വരുന്നല്ലോ. മാണിക്കക്കാതിരുളി സഭ തന്നിലാണെന്നെ സന്തോഷപ്പാനി നീരിൻ തെളി തുള്ളി തെളിക്കുന്നേ. പനി നീരിൻ തെളി തുള്ളി തെളിക്കുന്നേ. ഭാഗ്യകല്യാണ സദസ്സിതിലേ താനന്ദന തന്തിന്നോ തന താനന്ദന തന്തിന്നോ താനന്ദന തന്തിന്നോ തന താനന്ദന തന്തിന്നോ.
ശരിക്കും ഒരു കല്യാണപ്പുരയിൽ പോയ ഒരു ഇഫക്റ്റ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ ഏറ്റവും സുന്ദരമായി തന്നെ കളിച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ നികേഷ് താപത്തിനൊപ്പം KN വർഷ. UP വിഭാഗം മോണോ ആക്ട് മത്സരത്തിൽ 1ാം സ്ഥാനം നേടി സ്നിയ സുനിൽ. ചെറുകുന്ന് GVHSS 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഏകാഭിനയത്തിൽ മികവ് തെളിയിച്ച ഈ കൊച്ചു കലാകാരി. അതൊരു ചതിയായിരുന്നു എന്നെ തിരിച്ചറിയുമ്പോഴേക്കും വൈകിപ്പോയിരുന്നു ഞാൻ. 40 രാത്രികൾ കരയാൻ പോലും എനിക്ക് കഴിഞ്ഞിരുന്നില്ല. കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവം പയ്യന്നൂരിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ UP വിഭാഗം മോണോ ആക്ടിൽ 1ാം സ്ഥാനം നേടിയ സ്നിയ സുനിലാണ് നമ്മോടൊപ്പം ചേരുന്നത്. 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് അല്ലേ? ഹാപ്പിയാണല്ലേ? വേറൊരു സന്തോഷ വാർത്തയുണ്ട്. സ്നിയ സുനിൽ എൻ്റെ നാട്ടുകാരി കൂടിയാണ് അല്ലേ? നമ്മൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6th B അല്ലേ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? GVHSS ചെറുകുന്നില്. ഈ നമ്മുടെ ജില്ലാ കലോത്സവത്തില് ഏതൊക്കെ മത്സര ഇനങ്ങളിലാണ് പങ്കെടുത്തത്? ആദ്യമായിട്ടാണ് ജില്ലയിൽ പങ്കെടുക്കുന്നത്. സന്തോഷമായില്ലേ അല്ലേ? ആരാണ് സ്നേഹ മോണാക്കി പഠിപ്പിച്ചത്? ഉമേഷ് കല്യാശ്ശേരി സാറ് പഠിപ്പിച്ചു. പിന്നെ ചെറുപ്പത്തിലൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്നെ അഭിനയിക്കാനുള്ള റീൽസ് പഠിപ്പിച്ചത് എന്റെ ചേച്ചിയാണ് അല്ലേ? റീൽസ് ഒക്കെ ചെയ്യാറുണ്ടല്ലേ? ഞാൻ കാണാറുണ്ട്, ഇടയ്ക്ക് ലൈക്കൊക്കെ അടിക്കാറുണ്ട്. കാണാറില്ലേ? അപ്പൊ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് സ്നേഹയുടെ? വീട്ടിൽ അച്ഛൻ, അമ്മ, മേമ്മ, പാപ്പൻ, 2 ഏച്ചി, ഒരാട്ടൻ, അമ്മമ്മ. ഒരുപാട് ആളുണ്ടല്ലേ? ആരാ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്? ഏച്ചി നല്ലോണം പ്രോത്സാഹിപ്പിക്കും. പക്ഷേ എല്ലാരും ആരാ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്? ആരാ? എന്റെ ഏച്ചി നല്ലോണം പ്രോത്സാഹിപ്പിക്കും. പക്ഷെ എല്ലാരും അങ്ങനെയല്ല, എല്ലാരും ഒരുമിച്ച് ഇതേപോലെ തന്നെ. ആന്റിയുടെ പേരെന്താ? ആന്റിന്റെ പേര് സുജിത. സുജിതേനെ എന്താ വീട്ടിൽ നിന്ന് വിളിക്കാറ്? അറിയണോന്ന് അറിയില്ല. പറഞ്ഞോ? തുഞ്ചാന്ന് വിളിക്കാറ് അല്ലേ? എനിക്കറിയാട്ടാ, തുഞ്ചയും നല്ലൊരു കലാകാരിയായിരുന്നു. അപ്പൊ അതൊക്കെ അവരുടെയൊക്കെ പാരമ്പര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? മോളുടെ അച്ഛന്റെ പേരെന്താ? സുനിൽ TV. അമ്മയുടെ പേരെന്താ? അല്ലേ? സ്കൂളിലെ അധ്യാപകർക്ക് നല്ല പ്രോത്സാഹനം നൽകാറുണ്ട് അല്ലേ? ഇതിനു മുൻപ് കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ. ജില്ലാ കലോത്സവമല്ല, സ്കൂൾ കലോത്സവങ്ങളിൽ കല്യാശ്ശേരി കണ്ണൂരം സ്കൂൾ LPയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. സബ് ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇപ്പോ ജില്ലയിൽ വരാൻ വേണ്ടി പറ്റി. അപ്പോ സ്നിയയുടെ പെർഫോമൻസ് നമ്മുടെ നെറ്റ്വർക്ക് ചാനലിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും അല്ലേ? നന്നായിട്ട് ചെയ്യണം. ഓക്കെ? ഒന്നും കൂടെ മനസ്സിലാ, നല്ല കാശ് ഉണ്ടാക്കാൻ പറ്റിയ ടൈമാ, നല്ല ബെസ്റ്റ് ടൈമേ. നിന്റെ ഒക്കെ വീട്ടിലെ പെണ്ണിന് ഈ കഥ ഉണ്ടാക്കുമ്പോഴേ ആദ്യം എന്താണെന്ന് മനസ്സിലാക്കും. ഇടക്കാല പെൺപിള്ളായാലും മാനി മര്യാദ അടിച്ചു വിട്ടുന്നവരാ. അതിന്റെ ഇടയ്ക്ക് ഇതേപോലത്തെ അസത്യ ജന്തുക്കളാ വള്ളിയുടെ വള്ളിക്കുടത്തിനെങ്ങാനും കണ്ടോണ്ടല്ലേ സ്നേഹമോൾ ഗംഭീരായിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഭാവിയിൽ വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ സംസ്ഥാന കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കണം. അതുപോലെ ആരാവാനാണ് ആഗ്രഹം? ഉറപ്പിച്ചില്ല, എന്നാലും ഒരു സിനിമയിലൊക്കെ അഭിനയിക്കണം എന്ന് ആഗ്രഹമില്ലേ? ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും ഭാവിയിൽ സിനിമ ഒക്കെ അഭിനയിക്കാൻ വേണ്ടി സാധിക്കട്ടെ. ക്യാമറമാൻ അഗ്നിവേഷ് കുഞ്ഞുമംഗലത്തിനോടൊപ്പം നികേഷ് താപം, നെറ്റ്വർക്ക് ന്യൂസ്. മറ്റു വാർത്തകളിലേക്ക്. CPM തൃക്കരിപ്പൂർ ഏരിയ സമ്മേളനം ഞായർ തിങ്കൾ ദിവസങ്ങളിൽ മാണിയാട്ട് സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി P കുഞ്ഞിക്കണ്ണൻ ജാഥ ലീഡറായ കൊടിമര ജാഥ രക്തസാക്ഷി പുത്തിലോട്ടെ TK ഗംഗാധരന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം P കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. പതാക ജാഥ MV കോമൻ നമ്പ്യാരും ഉദ്ഘാടനം ചെയ്തു. CPIM തൃക്കരിപ്പൂർ ഏരിയ സമ്മേളനം ഞായർ തിങ്കൾ ദിവസങ്ങളിൽ മാണിയാട്ട് സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി P കുഞ്ഞിക്കണ്ണൻ ജാഥ ലീഡറായ കൊടിമര ജാഥ രക്തസാക്ഷി പുത്തിലോട്ടെ TK ഗംഗാധരന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം P കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടം നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് PP ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു.
ഏരിയ സെക്രട്ടറി ഇ കുഞ്ഞിരാമൻ, ടി വി ഗോവിന്ദൻ, എം വി ചന്ദ്രൻ, പി കുഞ്ഞിക്കണ്ണൻ, പി പി സുകുമാരൻ, സി മാധവൻ, പി പി പ്രസന്നകുമാരി, പി കെ ലക്ഷ്മി, സി വി നാരായണൻ, ഇ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പതാക ജാഥ പേക്കടം എ ബി ഇബ്രാഹിം മാസ്റ്റർ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ചു. എം രാമചന്ദ്രൻ ജാഥ ലീഡറായ പതാക ജാഥ എം വി കോമൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. ടി വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കെ വി ജനാർദ്ദനൻ, കെ മോഹനൻ, പി എ റഹ്മാൻ, വി വി സജീവൻ, പി ശ്യാമള, ഇ കെ മല്ലിക, പി സനൽ, ടി പി ഉഷ എന്നിവർ സംസാരിച്ചു. രണ്ട് ജാഥകളും വണ്ണാത്തിച്ചാൽ ചെറിയപള്ളി പരിസരത്ത് സംഗമിച്ച് സമ്മേളന നഗരിയായ കെ കുഞ്ഞിരാമൻ, കെ നാരായണൻ മാസ്റ്റർ നഗറിൽ എത്തിച്ചേർന്നു. പതാകയും കൊടിമരവും സംഘാടക സമിതി ചെയർമാൻ എം വി ചന്ദ്രനും കൺവീനർ കെ മോഹനനും ഏറ്റുവാങ്ങി. ഞായറാഴ്ച രാവിലെ 9:30 മുതിർന്ന അംഗം ടി വി ഗോവിന്ദൻ പതാക ഉയർത്തും. പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തിങ്കളാഴ്ച വൈകിട്ട് 3:30 കാലിക്കടവ് കേന്ദ്രീകരിച്ച് റെഡ് വളണ്ടിയർമാരുടെ അകമ്പടിയോടെ പ്രകടനം ആരംഭിക്കും. വൈകിട്ട് 5 മണിക്ക് മാണിയാട്ട് കോടിയേരി നഗറിൽ പൊതുസമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. 20 ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 145 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ആതിഥ്യമരുളിയ മെഗാ തൊഴിൽ മേള കരിവെള്ളൂർ രക്തസാക്ഷി നഗറിൽ നടന്നു. സ്പീക്കർ എ എൻ ഷംസീർ മേള ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ആതിഥ്യമരുളിയ മെഗാ തൊഴിൽ മേള കരിവെള്ളൂർ രക്തസാക്ഷി നഗറിൽ നടന്നു. യുവത തൊഴിൽ തേടി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് രാജ്യത്തിന്റെ സമ്പദ്ഘടനയെയും കാര്യമായ തോതിൽ ബാധിക്കുന്നുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു. നമ്മുടെയൊക്കെ ചെറുപ്പം നിങ്ങളുടെ പ്രായത്തിൽ ഗൾഫിലേക്കായിരുന്നു ആളുകൾ പോയത്. മുഖ്യമായും UAE, ബഹ്റൈൻ, ഒമാൻ, സൗദി ഇവിടത്തേക്കായിരുന്നു ആളുകൾ പോയത്. എന്താ മിഡിൽ ഈസ്റ്റിൽ പോയാലോ? മിഡിൽ ഈസ്റ്റിലേക്ക് പോയാൽ ആളുകൾ തിരിച്ചു വരും. മിഡിൽ ഈസ്റ്റിലേക്ക് പോയ ആളുകൾ തിരിച്ചു വരും എന്ന് പറയാൻ കാരണം മിഡിൽ ഈസ്റ്റിലെ അവര് പണം അങ്ങോട്ടേക്ക് അയക്കും. അതിവിടുത്തെ മാർക്കറ്റിനകത്ത് സർക്കുലേറ്റ് ചെയ്യപ്പെടും. അതൊരു ക്യാഷ് ഫ്ലോ ആയി മാറി. അതിന്റെ ഭാഗമായി അനുബന്ധ സംവിധാനങ്ങൾ വികസിച്ചു. ആളുകളുടെ കച്ചവടം തുടങ്ങി. നിങ്ങളുടെ കയ്യിൽ കാശുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സാധനം വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ ഇക്കണോമി ശക്തിപ്പെട്ടു. എന്നാൽ ഇപ്പൊ എന്താ പ്രതിസന്ധി? ഇപ്പൊ നേരിടുന്ന പ്രതിസന്ധി നമ്മുടെ ആളുകൾ പോകുന്ന മിഡിൽ ഈസ്റ്റിലേക്കല്ല. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു അധ്യക്ഷത വഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് പി വി ചന്ദ്രൻ, എം വി അപ്പുക്കുട്ടൻ, അഡ്വക്കേറ്റ് പി സന്തോഷ്, മുരളീധരൻ കട്ടച്ചേരി, കെ നാരായണൻ, സൈബുന്നീസ എം കെ, അജിത, ടി ഗോപാലൻ, സെക്രട്ടറി കെ ദിനേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മെഗാ തൊഴിൽ മേളയ്ക്ക് ലഭിച്ചത് വലിയ സ്വീകാര്യതയാണ്. ശനിയാഴ്ചത്തെ തൊഴിൽ മേളയ്ക്കെത്തിയത് ആയിരങ്ങൾ. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിച്ച തൊഴിൽ മേളയ്ക്കെത്തിയത് ആയിരങ്ങളാണ്. ബാങ്ക് ആതിഥ്യമരുളിയ മേളയിൽ നിന്ന് 100 കണക്കിന് പേർക്ക് തൊഴിൽ ലഭിച്ചു എന്നതുതന്നെ ഈ മേളയുടെ വിജയം വ്യക്തമാക്കുന്നു. രാവിലെ തന്നെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഉദ്യോഗാർത്ഥികൾ മേള നടക്കുന്ന കരിവെള്ളൂരിലെ രക്തസാക്ഷി നഗറിൽ എത്തിയിരുന്നു. +2 മുതൽ ഉന്നത വിദ്യാഭ്യാസം നേടിയവർക്ക് വരെയുള്ള തൊഴിലവസരങ്ങൾ ഒരുക്കിയിരുന്നു. സർക്കാർ കരിമ്പട്ടികയിൽപ്പെടുത്തിയ ഒരു സ്ഥാപനത്തെയും ഈ മേളയിൽ പങ്കെടുപ്പിച്ചിരുന്നില്ല. യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക, യുവതയെ സഹകരണ മേഖലയോട് ചേർത്തു നിർത്തുക എന്ന ലക്ഷ്യം കൂടി ഈ മേളയ്ക്കുണ്ടെന്ന് ബാങ്ക് പ്രസിഡന്റ് പി വി ചന്ദ്രൻ മാസ്റ്റർ പറയുന്നു. യുവത്വം എന്ന് പറയുന്നത് നമ്മുടെ യുവതയുടെ മേഖലയിലേക്ക് ബാങ്ക് ഇറങ്ങിച്ചെല്ലുക. യുവാക്കളെ, യുവജനങ്ങളെ നമ്മൾ ബാങ്കുമായി ഒന്ന് അടുപ്പിക്കുക. അതോടൊപ്പം തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് തൊഴിൽ മേഖല. അതിൽ ഒരു ഇടപെടൽ എന്ന് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരള നോളജ് ഇക്കോണമി മിഷൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, DDU-KGY എന്നിവയുടെ സഹകരണത്തോടെയാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഹരിതച്ചട്ടം പാലിച്ച് ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ നഗരി മാലിന്യമുക്തമാക്കാൻ ആവശ്യമായ പച്ചോലക്കെട്ടുകൾ മെടഞ്ഞു നൽകി കുടുംബശ്രീ പ്രവർത്തകർ. പടന്ന പഞ്ചായത്ത് കുടുംബശ്രീ CDS നേതൃത്വത്തിൽ ഓരിയിലാണ് ഓലമെടഞ്ഞ് കൊട്ടകൾ ഉണ്ടാക്കിയത്. കലോത്സവ നഗരിയിൽ ഉണ്ടാകുന്ന ജൈവ അജൈവ മാലിന്യ ശേഖരണം ലക്ഷ്യമിട്ടാണ് 150ഓളം ഓലക്കൊട്ടകൾ മെടഞ്ഞു നൽകാൻ ഹരിതച്ചട്ട ചുമതലക്കാർ കുടുംബശ്രീ CDSനോട് ആവശ്യപ്പെട്ടത്. 12 വേദികളിലും പരിസരങ്ങളിലും സ്ഥാപിക്കാനായി ആദ്യഘട്ടത്തിൽ 50ൽ പരം കൊട്ടകൾ തയ്യാറാക്കി കഴിഞ്ഞു. 2 ദിവസത്തിനകം ബാക്കി കൂടി തയ്യാറാക്കും. പടന്ന ഓരി വിഷ്ണുമൂർത്തി ക്ഷേത്ര പരിസരത്താണ് ഓലക്കൊട്ട മെടഞ്ഞെടുത്തത്.
50-ൽ പരം കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും പങ്കെടുത്തു. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ഓലമെടഞ്ഞ് കൊട്ടനിർമ്മാണം ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും 6000-ത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ കലാമാമാങ്കത്തിന് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് പടന്ന കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഇന്ന് വിവിധ ഭാഗങ്ങളിൽ ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്നതിന്റെ ഭാഗമായി ഇങ്ങനെ കൊട്ടകൾ മെടയുന്നത്. C. വിജയൻ അധ്യക്ഷത വഹിച്ചു. CDS അധ്യക്ഷ സെറീന, TP സുഷമ്മ, മനോജ് പിലിക്കോട്, സൂരജ് കക്കറയിൽ, K. സജിത, PV പ്രകാശൻ, T. ഉഷ എന്നിവർ സംസാരിച്ചു. 25-ന് വൈകുന്നേരത്തോടെ വിവിധയിടങ്ങളിൽ ഓലക്കൊട്ടകൾ സ്ഥാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. NK ഭാസ്കരൻ പയ്യന്നൂർ രചിച്ച കോലം സാക്ഷി ഡ്രമാറ്റിക് നോവലിന്റെ പ്രകാശനം പയ്യന്നൂർ തെക്കേ ബസാറിൽ നടന്നു. കണ്ണൂർ സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ KS സുബ്രഹ്മണ്യൻ മാസ്റ്റർ പുസ്തക പ്രകാശനം നിർവഹിച്ചു. NK ഭാസ്കരൻ പയ്യന്നൂർ രചിച്ച് ഫോറസ്റ്റ് ബുക്സ് പ്രസിദ്ധീകരിച്ച കോലം സാക്ഷി ഡ്രമാറ്റിക് നോവലിന്റെ പ്രകാശനം പയ്യന്നൂർ തെക്കേ ബസാർ മദീന ബിൽഡിംഗിൽ പയ്യന്നൂർ പൗരസമിതി അങ്കണത്തിൽ നടന്നു. കണ്ണൂർ സർവകലാശാല മുൻ രജിസ്ട്രാറും പയ്യന്നൂർ കോളേജ് സംസ്കൃത വിഭാഗം മുൻ മേധാവിയുമായ ഡോക്ടർ KH സുബ്രഹ്മണ്യൻ മാസ്റ്റർ പുസ്തക പ്രകാശനം നിർവഹിച്ചു. പോത്താങ്കണ്ടം ആനന്ദഭവനം സ്വാമിജി കൃഷ്ണാനന്ദ ഭാരതി പുസ്തകം ഏറ്റുവാങ്ങി. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സദാശിവൻ ഇരിങ്ങൽ പുസ്തക പരിചയം നടത്തി. KV സത്യനാഥൻ, അഡ്വക്കേറ്റ് രാജേഷ് പനയന്തട്ട, AV സുജാത ടീച്ചർ, IV മോഹനൻ, TV ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രന്ഥകർത്താവ് NK ഭാസ്കരൻ പയ്യന്നൂർ മറുമൊഴി ഭാഷണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അതേപോലെ പറയുന്നത് ഡ്രാമാറ്റിക് നോവൽ എന്നാണ്. പുസ്തകം വായിച്ചാൽ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയില്ല. മാത്തിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വടവന്തൂർ വയലിൽ നെൽകൃഷിക്ക് തുടക്കമായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. മാത്തിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വടവന്തൂർ വയലിൽ നെൽകൃഷിക്ക് തുടക്കമായി. ഫാർമേഴ്സ് ക്ലബ്ബുമായി സഹകരിച്ചാണ് നെൽകൃഷി നടത്തുന്നത്. 2.5 ഏക്കർ സ്ഥലത്താണ് കൃഷി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല നടിലുദ്ഘാടനം നിർവഹിച്ചു. പരമാവധി ത്രിതല പഞ്ചായത്തുകളും അതിന്റെ എല്ലാ സഹായ സഹകരണങ്ങളും നൽകി വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രയാസങ്ങൾ കർഷകരുടെ ഇടയിൽ നിന്നും നമുക്കെല്ലാം അറിയുന്നതുപോലെ വെള്ളം വയലിൽ എത്തുന്നില്ല എന്നുള്ള ഏറെ പ്രയാസകരമായ കാര്യമാണ്. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് P. ശശിധരൻ അധ്യക്ഷത വഹിച്ചു. T. തമ്പാൻ, NK രാജൻ, VV ഭാസ്കരൻ, പോത്തേര രാഘവൻ, കൃഷി അസിസ്റ്റന്റ് സന്ദീപ്, കൈനി ബാബു, രാജേഷ്, TK ഗോവിന്ദൻകുട്ടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തരിശുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് കൃഷി നടത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കാസർഗോഡ് ജില്ലാ സീനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് തൃക്കരിപ്പൂരിൽ സമാപിച്ചു. സമാപന ചടങ്ങിൽ ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. മധുസൂദനൻ സമ്മാനദാനം നിർവഹിച്ചു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തു നടന്ന ചാമ്പ്യൻഷിപ്പിന്റെ സീനിയർ പുരുഷ വിഭാഗത്തിൽ ഉദുമ പ്രോ MK ടീം ജേതാക്കളായി. കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീമാണ് റണ്ണേഴ്സ് അപ്പ്. സീനിയർ വനിതകളിൽ കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജ് ടീം ജേതാക്കളായി. നവംബർ 28 മുതൽ ഡിസംബർ 1 വരെ ആലപ്പുഴ കലവൂരിൽ നടക്കുന്ന സംസ്ഥാന ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലേക്കുള്ള കാസർഗോഡ് ജില്ലാ ടീമിന്റെ തിരഞ്ഞെടുപ്പും നടന്നു. സമാപന ചടങ്ങിൽ ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. മധുസൂദനൻ സമ്മാനദാനം നിർവഹിച്ചു. ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി K. അശോകൻ, ദേശീയ റഫറി റൌഫ് കണ്ണൂർ, P. രതീഷ് കുമാർ, TM സിദ്ദിഖ്, KP അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് പയ്യന്നൂരിൽ സമാപനമായി. പയ്യന്നൂർ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമാപന സമ്മേളനം നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. വനിതാ സിവിൽ പോലീസ് ഓഫീസർ കരിവെള്ളൂർ പലിയേരിക്കോവലിലെ P ദിവ്യശ്രീക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലും ചന്തേര പോലീസ് സ്റ്റേഷനിലും വീട്ടിലും പൊതുദർശനം നടന്നു. സ്പീക്കർ AN ഷംസീർ ദിവ്യശ്രീയുടെ വീട് സന്ദർശിച്ചു. വയനാടും പാലക്കാടും UDF ഉജ്ജ്വല വിജയം നേടിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് UDF തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. തങ്കയമുക്കിൽ നിന്നും ആരംഭിച്ച ജാഥ തൃക്കരിപ്പൂർ ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ജില്ലാ കലോത്സവം ഹൈസ്കൂൾ വിഭാഗം ചവിട്ടുനാടകത്തിലെ വിധി നിർണയത്തെ ചൊല്ലി തർക്കം. മൊകേരി രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ സ്റ്റേജിന് മുന്നിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു. തർക്കം ചെറിയ തോതിൽ ഉന്തിലും തള്ളിലും കലാശിച്ചു. വാർത്തകൾ അവസാനിച്ചു. നമസ്കാരം.